ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കാനിരിക്കുകയാണ്. ഇതിനിടയിൽ സർവേ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. രസകരമെന്ന് പറയട്ടെ, സർവേ ഫലങ്ങളെല്ലാം BJPക്കാണ് ഡൽഹിയിൽ അധികാരം പിടിക്കാനുള്ള സാധ്യത കൂടുതൽ നൽകുന്നത്. എന്നാൽ ഈ സർവേ ഫലങ്ങളൊക്കെ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളായി സർവേ ഫലങ്ങളെല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഉദാഹരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമത്തെ ടേമിലും അധികാരത്തിൽ വന്ന ആ തിരഞ്ഞെടുപ്പിലെ സർവേ ഫലങ്ങളെല്ലാം മോദിക്ക് 350 സീറ്റ് വരെ പ്രവചിച്ചിരുന്നു. എന്നാൽ BJPക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും നരേന്ദ്രമോദി വന്നത്. അതിനുശേഷം ഹരിയാന തെരഞ്ഞെടുപ്പിൽ BJP തകർന്നടിയും എന്ന് പറഞ്ഞ് കോൺഗ്രസ് അധികാരത്തിലേറും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഹരിയാന തെരഞ്ഞെടുപ്പിൽ എന്താണ് നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി, ചരിത്രത്തിലില്ലാത്തത്ര സീറ്റോടുകൂടി BJP ഹരിയാനയിൽ തിരിച്ചെത്തി. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇനി എന്ത് നടക്കുമെന്ന് കണ്ടറിയാം. എന്തായാലും അതിനിടയിൽ ഒരു പുതിയ സർവേ കൂടെ ഇന്ന് എത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ നിർണായകമായ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ വെള്ളിയാഴ്ച പുറത്തിറങ്ങിയിരിക്കുന്നത് ലോക് നീതി CSDS എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. ഈ ലോക് നീതി CSDS എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്ര സീറ്റുകളാണ്, ആം ആദ്മി പാർട്ടിക്ക് എത്ര ശതമാനം വോട്ടുകളാണ് ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. ഇതിലും സമാനമായ രീതിയിൽ ആം ആദ്മി പാർട്ടി തകരും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. BJP വ്യക്തമായ മുൻതൂക്കം ലഭിക്കും BJPക്ക്, അങ്ങനെയാണ് ഇവർ പ്രവചിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ 41% വോട്ടിനേക്കാൾ 46% വോട്ട് വിഹിതം BJPക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഈ സർവേ ഫലവും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും BJPക്ക് 46%, AAPക്ക് 41% വോട്ട് വിഹിതം, കോൺഗ്രസിന് 9%, അങ്ങനെയാണ് വോട്ട് വിഹിതം ലഭിക്കുന്നത്. രസകരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു സർവേയിലും പ്രവചിക്കാത്ത ഒരു കാര്യം ഈ സർവേയിൽ പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിന് 9% വോട്ട് വിഹിതം. കോൺഗ്രസ് ഡൽഹിയിൽ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായി സാധിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് 9% വോട്ട് വിഹിതം പ്രവചിക്കുന്ന ഒരു സർവേ ഫലം വന്നപ്പോൾ അത് കോൺഗ്രസിന് ഒരു നേരിയ ആശ്വാസം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചനങ്ങളുമായി ഇപ്പോൾ വന്ന ഈ സർവേ ഫലങ്ങൾ പൊരുത്തപ്പെടുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. BJP 48% വോട്ട് വിഹിതത്തോടുകൂടി 45 മുതൽ 55 സീറ്റുകൾ നേടുമെന്നും ആം ആദ്മി പാർട്ടി 42% വോട്ട് വിഹിതത്തോടുകൂടി 15 മുതൽ 25 വീതം സീറ്റുകൾ നേടും എന്നാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേ ഫലം പ്രവചിച്ചിരുന്നത്. 140 സ്ഥലങ്ങളിലായി 3137 പേരുടെ സാമ്പിളുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഈ CSDS സർവേ നടത്തിയിരിക്കുന്നത്. ഇതിൽ 42% സ്ത്രീകളുണ്ട്, 16% മുസ്ലിം, 2% സിഖ്, 80% ഹിന്ദുക്കൾ, 18% SC വോട്ടർമാർ എന്നിവരുടെ പ്രതികരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വേറൊരു കാര്യം, 70 അംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഫെബ്രുവരി 5 അവസാനിച്ചതിന് അടുത്ത ദിവസം തന്നെ സർവേ ഫലങ്ങളെല്ലാം പുറത്തു വന്നു തുടങ്ങിയിരുന്നു. BJP ഈ സർവേ ഫലങ്ങളെല്ലാം വിജയിക്കുമെന്ന് കണ്ടതോടുകൂടി AAP വലിയ പരിഭ്രാന്തിയിലായി. ഈ സർവേ ഫലങ്ങളെല്ലാം തള്ളിക്കളയുന്ന കാഴ്ചയാണ് AAP അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവേയിലൊന്നും യാതൊരുവിധ കാര്യവുമില്ലെന്നാണ് പറയുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവേയിലൊന്നും യാതൊരുവിധ കാര്യവുമില്ല എന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും നാളെ ഡൽഹിയിൽ പെട്ടി തുറക്കുമ്പോൾ എന്താണ് ജനാധിപത്യം കാത്തുവച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.